ഓക്കെ. അപ്പോ നിങ്ങളൊക്കെ എവിടെയാണ്? പ്ലേസ് എല്ലാവരും പറയൂ. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി. എന്റെ പേര് ജിതന എന്ന് പറഞ്ഞു. ഇവിടെ വുമൻ എംപവർമെന്റ് കോച്ചായിട്ട് ഷുഗർ റിലേയിൽ വർക്ക് ചെയ്യുന്നു. സോ എന്റെ നാട് വന്നിട്ട് തൃശ്ശൂർ ഗുരുവായൂരാണ്. ആരെങ്കിലും തൃശ്ശൂർക്കാരോ ഗുരുവായൂർക്കാരോ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ നാട്ടുകാരാണെന്ന് പറയുന്നു കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പൊ എല്ലാവരും നിങ്ങളുടെ സ്ഥലമൊക്കെ ഒന്ന് കോമന്റ് ചെയ്യാം കേട്ടോ. സോ നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതേ എന്താണ് ടോപ്പിക്സ് ഒക്കെ വലിയ ടോപ്പിക്സ് ആയിരുന്നു അല്ലെ? PCOSുമായിട്ട്. ഓക്കെ, ട്രിവാൻഡ്രം ആണ്. അഖില വന്നിട്ട് ട്രിവാൻഡ്രം ആണെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരെല്ലാരും കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നിവിടെ പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് 3 ടോപ്പിക്സ് ആയിരുന്നു. മാത്രമല്ല ഇന്നത്തെ നമ്മുടെ ഈ ഒരു 1 വീക്കിന്റെ ഈ ഒരു പ്രോഗ്രാമിന്റെ വൈൻഡപ്പിംഗ് സെഷൻ കൂടിയാണ്. അപ്പോ എല്ലാവർക്കും നമ്മുടെ ഇത്രയും നല്ല ശ്രദ്ധയോട് കൂടി നമ്മളെ ഇത്രയും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഓരോ പ്രോഗ്രാംസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തുടർന്ന് നിങ്ങൾക്ക് ഇനിയും പ്രോഗ്രാംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത് ആഗ്രഹം കൂടി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് എന്നറിയാം. അതിന് നിങ്ങൾക്ക് ഒരു ബിഗ് താങ്ക്സ് ആണ് ആദ്യം പറയാനുള്ളത് കേട്ടോ. സോ ഇന്ന് ഞാനിപ്പോ ഗ്രൂപ്പ്സിലെല്ലാം ഷെയർ ചെയ്തിരുന്ന ഒരു 3 ടോപ്പിക്സില് ദൈവമേ ഇതെന്താ എത്ര വലിയൊരു ടോപ്പിക്സ് ആണ്, അതും ഈ PCOS റിലേറ്റ് ചെയ്ത്. അങ്ങനെയൊന്നും അല്ല, അത് വായിച്ചാൽ തന്നെ മനസ്സിലാവും എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അല്ലെ. PCOS ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ റിലേഷൻഷിപ്പിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകണം, അതായത് PCOSന്റെ കാര്യങ്ങൾ നമ്മൾ ഓരോ റിലേഷൻഷിപ്പിൽ എങ്ങനെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട ഇത്തരം ആക്ടിവിറ്റീസ്, ഡയറ്റ് പ്ലാനും ആക്ടിവിറ്റീസും ഫിസിക്കൽ എക്സസൈസ് അത്തരം ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ ടൈമില്ല എന്ന് കുറച്ച് പേര് പറഞ്ഞിരുന്നു. സോ അതിന്റെ ബേസിൽ ഞാനൊരു കാര്യം തന്നെ ചോദിച്ചപ്പോൾ അവർ വർക്കിംഗ് ആണെന്ന് പറഞ്ഞു. സോ അവർക്കും കൂടി ഉള്ളതാണ്. അതായത് നമ്മുടെ ടൈം ഒക്കെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോവാം, അതുപോലെ നമ്മുടെ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോവാം, ഇതിനൊക്കെയുള്ള കോപ്പിംഗ് മെത്തേഡ്സ്, അതായത് കോപ്പിംഗ് സ്ട്രാറ്റജീസ് എന്നൊക്കെ പറയാം. എന്താണ് അതിനുള്ള മെത്തേഡ്സ്, അതായത് ടൈമും അതുപോലെ സ്ട്രെസ്സും മാനേജ് ചെയ്യാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്, ഒപ്പം റിലേഷൻഷിപ്പിൽ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് മാത്രമാണോ? അല്ല, നമ്മുടെ സറൗണ്ടിങ്സിൽ ഒരുപാട് റിലേഷൻഷിപ്പ് കൂടി ചേർന്നതാണ് നമ്മൾ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കും. നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും, നമ്മൾ മാരീഡ് ആണെങ്കിൽ നമ്മൾ ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇൻലോസുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, മാരീഡ് അല്ലാത്തവരാണെങ്കിൽ പാരന്റ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. ഇത് കല്യാണം കഴിഞ്ഞവർക്കും ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എന്തെങ്കിലും ചെറിയ കാരണം കൊണ്ട് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവർക്ക് വിഷമമായി തോന്നിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് പല ബന്ധങ്ങളും അവിടെ വെച്ച് നിന്ന ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം. ചിലത് എത്ര കൂട്ടിയിണക്കിയിട്ടും നമ്മളെ ഈ ചികിട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറഞ്ഞ പോലത്തെ ബന്ധങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നവരും ഉണ്ടായിരിക്കും. പക്ഷെ ഇതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി അടിപൊളിയായി കൊണ്ടുപോകണ്ടേ? നമ്മളെ കയ്യിൽ നിന്നാണ് ഫോൾട്ട് പറ്റിയതെങ്കിൽ നമുക്ക് അതെല്ലാം ശരിയാക്കി കൊണ്ടുപോകണ്ടേ? വേണ്ടേ? കോമന്റ് ചെയ്യടോ. എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ കോമന്റ് ചെയ്യാതിരിക്കുന്നേ? ഓക്കെ, പറയൂട്ടോ. നമുക്ക് റെസ്പോൺസ് വേണം. റെസ്പോൺസ് ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കുറെ നേരം സംസാരിച്ചു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വെറുതെ ഒരു റേഡിയോയുടെ മുന്നിലിരുന്ന് പറയുന്ന പോലെ അല്ലേ. നമുക്ക് റെസ്പോൺസ് ഉണ്ടെങ്കിലേ പറയാനുള്ള ഒരു ഇത് ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാ. ഓക്കെ, ഞാനിവിടെ മ്യൂട്ട് അടിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മ്യൂട്ട് ഞാനിവിടെ ചെയ്തിട്ടില്ല. ഇനി നേരിട്ട് അവിടുന്ന് മ്യൂട്ട് ചെയ്തോ എന്നറിയില്ല. ഓക്കെ, എന്നിരുന്നാലും നിങ്ങൾ കോമന്റ് ചെയ്യുമെങ്കിലും ചെയ്യൂ കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞു വന്നത് എന്തായിരുന്നു? റിലേഷൻഷിപ്പിൽ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകാന്നായിരുന്നു. എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പിന്റെ ദൃഢത എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഒരാൾ പറയാ, വേഗം പറയണം കേട്ടോ. ഒരു റിലേഷൻഷിപ്പിന്റെ ദൃഢത അതല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത് എന്താണ്? ആരാ പറയാ? കമ്മ്യൂണിക്കേഷൻ ആണ്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. ബട്ട് ഓക്കെ, ശരിയാണ് അല്ലെ. കമ്മ്യൂണിക്കേഷൻ ആണ് വേണ്ടത്. കമ്മ്യൂണിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. അതിനുശേഷമാണ് അണ്ടർസ്റ്റാൻഡിങ് വരുള്ളൂ. നമുക്കൊരാൾ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. അതല്ലാതെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കി എടുക്കാന്ന് പറയുന്നത്, നമ്മളെ കൊണ്ട് ഒരാൾ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയില്ല. പിന്നെയാണ് നമ്മളെ മനസ്സിലാക്കണം എന്ന് പറയുന്നത് അല്ലെ. പ്രത്യേകിച്ച് PCOS ആയിട്ട് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് ഇൻ ജനറലി പോവാട്ടോ. ഓക്കെ, അതായത് PCOS ആയിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ്ലി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയില് അതല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ ബോഡിയിൽ ഒരുപാട് ഹോർമോൺസിന്റെ ഇംബാലൻസ് മൂലമാണ് PCOS ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞല്ലേ. അതായത് മെന്റലി നമുക്ക് കാണാൻ കഴിയില്ല. ഓക്കെ, നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. അപ്പൊ അതില്
ഏറ്റക്കുറച്ചിൽ എന്നൊക്കെ പറയില്ല, അതിനാണ് ഈ ഇംബാലൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഇംബാലൻസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന കുറെ സിംറ്റംസ് കാണിക്കും. അതെന്തായിരിക്കും? ഒന്ന് മൂഡ് സ്വിങ്സ് ആയിരിക്കും, രണ്ടാമത്തത് എന്തായിരിക്കും? ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. ഇതുമൂലം നമുക്ക് നമ്മളുടെ റിലേഷൻഷിപ്പിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പേഴ്സണലി വളണ്ടിയർലി ഒരാളുടെ, അതായത് നമ്മൾ മാത്രം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ പറയുമ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഫിസിക്കലി എന്തായിരിക്കും? ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുണ്ടായിരിക്കും. പിന്നെന്താണ്? ചിലപ്പോൾ ഭയങ്കര ക്ഷീണം ഉള്ളതോടുകൂടി നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ ചിലർക്ക് ക്രേവിങ്സ് ഉണ്ടായിരിക്കും. അത് ഷുഗറിനോടുള്ള ക്രേവിങ്സ് ആയിരിക്കും. പിന്നെ വെള്ളം കുടിക്കൽ കുറവായിരിക്കും, പക്ഷെ ഒരുപാട് ഫുഡ് കഴിക്കാൻ തോന്നുന്നുണ്ടായിരിക്കും. അതില് സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടായിരിക്കും, ഷുഗറി ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടായിരിക്കും, എല്ലാ ഫുഡുകളും നമ്മൾ കഴിക്കുന്നുണ്ടായിരിക്കും. അതിൽ ഏത് പ്രോട്ടീൻ, അത് ഏത് ന്യൂട്രിയൻ, അങ്ങനെയുള്ളതൊന്നും നമ്മൾ നോക്കില്ല. നമുക്ക് ഫുഡ് കുറെ കഴിക്കണമെന്നുണ്ട്, വിശപ്പടങ്ങണം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നുണ്ടായിരിക്കും. എങ്ങനെ? നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ടും അത്തരം കാര്യങ്ങളൊക്കെ കഴിക്കും. അപ്പൊ അതിലൊക്കെ ഷുഗർ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ പോലും അറിയാതെ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നമ്മൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ചിലര് മെലിഞ്ഞ പ്രകൃതക്കാരുണ്ടാവും, അവർക്ക് എന്താണ് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അനുഭവപ്പെടുന്നുണ്ടായിരിക്കും. അതുപോലെ സ്കിന്നിൽ വരുന്ന ഡാർക്ക്നെസ്, ആഗ്നെ, പിമ്പിൾസ്, അത്തരം കാര്യങ്ങൾ, പിഗ്മെന്റേഷൻ, എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നുണ്ടായിരിക്കും. എന്നാൽ സെൽഫായിട്ട് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ എന്തൊക്കെയോ നമ്മൾ സെൽഫായിട്ട് ചിന്തിക്കുന്നുണ്ട്. അത് നമുക്ക് കുറെ വിശപ്പ് മാറാൻ വേണ്ടി, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചുകൂടെ, എന്റെ മെന്റൽ ഹെൽത്ത് പോകുന്നത് കണ്ടില്ലേ, അപ്പൊ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, ഇത്തരം ആൻസൈറ്റി ഉള്ള തോട്ട്സ് ആയിരിക്കും മെന്റലി ഉണ്ടാക്കുക. ഫിസിക്കലി ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ അത് നമ്മളെ വളരെ വേഴ്സ്റ്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും, അല്ലെ? എങ്ങനെയായിരിക്കും നമ്മൾ വളരെ വേഴ്സ്റ്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കുറെ എന്താ പറയാ, കുറെ കഴിക്കണം, അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒന്നും, എന്താ പറയാ, ഒരാളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എസ്പെഷ്യലി മാരീഡ് കപ്പിൾസിന്റെ ഇടയിലാണെങ്കിലോ, നമ്മൾ എപ്പോഴും ഹസ്ബൻഡിനെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ട് ഇരിക്കുക. നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ല, എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്നെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ. ആളുടെ ആ ഒരു, എന്താ പറയാ, ആളും തരം നോക്കാതെ നമ്മൾ സംസാരിക്കുക എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും ഹസ്ബൻഡിന്റെ മൂഡോ, അതല്ലെങ്കിൽ ആളുടെ കണ്ടീഷൻ എങ്ങനെയാണെന്നൊന്നും നോക്കാതായിരിക്കും നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫീലിങ്സ് ആളുടെ അടുത്ത് ഷെയർ ചെയ്യുക. പിന്നെ അവിടെ നിന്ന് ഉണ്ടാവുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായിരിക്കും. അപ്പൊ അത് വളരെ ബുദ്ധിമുട്ടായിട്ട്, നമ്മളെ വേഴ്സ്റ്റ് ആയിട്ട്, നമുക്കത് അത്രയും, എന്താ പറയാ, വിഷമായിട്ട് ചിലപ്പോൾ നമ്മളെ ബാധിച്ചേക്കാം. ഈ ആളും തരം കണ്ട് പെരുമാറാത്ത എന്ന് പറയുന്ന പോലെ. പക്ഷെ നമുക്ക് എന്താണ്, നമുക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള ആ ഒരു കഴിവ് ചില സമയത്ത് ഉണ്ടായിരിക്കില്ല. അതും ഈ പറഞ്ഞതുപോലെ ചിന്താശേഷി എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ അല്ലാത്ത കണ്ടീഷനിലായിരിക്കും. അത് എങ്ങനെയാണ് വരുന്നത്? ഈ PCOS റിലേറ്റഡ് ആയിട്ടാണ് അത് വരുന്നത്. ഓക്കെ. മാത്രല്ല വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ്, ഇപ്പൊ നമ്മള് റിലേഷൻഷിപ്പിലാണെങ്കിൽ മെയിൻലി ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണെന്നിരിക്കട്ടെ കേട്ടോ, ഹസ്ബൻഡുമായിട്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ട്, കുറച്ച് വർഷമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നിരിക്കട്ടെ. അപ്പൊ ഹസ്ബൻഡിന് ഇപ്പോൾ പറയാതാണ്, അതായത് 10 വർഷത്തിന് മേളിലെടുക്കും ഒരു ഹസ്ബൻഡിനും വൈഫിനും മൊത്തത്തിൽ അവരെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി പോകാൻ ഏകദേശം 10 വർഷം എടുക്കും എന്ന് പറയും. 10 വർഷത്തിന് മുകളിൽ എടുക്കും, 10 വർഷം എന്നല്ല, 10 വർഷത്തിന് മുകളിൽ എടുക്കും എന്ന് പറയും. അപ്പൊ ഈ 10 വർഷത്തിന് മുകളിലായിട്ടും ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും തുറന്നു പറയാത്ത ഹസ്ബൻഡ്സ് ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ വൈഫ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവരുടെ ഇടയിൽ എന്ന് പറയുന്നത് വലിയൊരു വിള്ളലായിരിക്കും ആക്ച്വലി ഉണ്ടായിരിക്കുക. വിള്ളൽ എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു ഗ്യാപ്പ് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഗ്യാപ്പ് പലപ്പോഴും അവരുടെ സെക്ഷൽ റിലേഷൻഷിപ്പിൽ വരെ ബാധിച്ചേക്കാം. സെക്ഷൽ റിലേഷൻഷിപ്പിൽ വളരെ വേഴ്സ്റ്റ് ആയിട്ട് ബാധിച്ചേക്കാം. കാരണം PCOS ഉള്ള ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം അവരെ എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ല. ഹസ്ബൻഡിന്, എന്താ പറയാ, സെക്ഷൽ റിലേഷൻഷിപ്പ് വേണം എന്ന് പറയുന്ന ഒരു സമയത്ത് ചിലപ്പോൾ വൈഫ് ഓക്കെ ആയിരിക്കില്ല, പക്ഷെ ഹസ്ബൻഡിനെ വിഷമിപ്പിക്കരുതല്ലോ, ആൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ആളുടെ ആ ഒരു നേച്ചർ അനുസരിച്ച് ചിലപ്പോൾ വേറെ വല്ല കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കിയേക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ എന്താ പേടിച്ചിട്ടും, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ എന്താണ് അതിന് സമ്മതിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ, അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. ഇതുമൂലം വീണ്ടും മെന്റലി നമ്മൾ ഡൗൺ ആവുന്ന ഒരു അവസ്ഥ വരെ, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത് മെന്റലി ഡൗൺ ആവുന്ന ഒരു അവസ്ഥ വന്നേക്കാം. അപ്പൊ ഇവിടെ പലരും സിറ്റിങ്ങിന് പോകുമ്പോൾ, അതല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സിറ്റിങ്ങിന് പോകുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതാണ് ഫസ്റ്റ് എടുത്തിടുക. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും പറയുന്നത് എന്താണ്, അവര് ഹസ്ബൻഡ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും, അത് കഴിഞ്ഞ് പിന്നെ വൈഫിനെ പിടിച്ചിരുത്തി പറയുമ്പോൾ, വൈഫ് പറയും ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പിന്നെ രണ്ടുപേരെ ഇരുത്തി പറയും. ഈ രണ്ടുപേരെയും ഇരുത്തി പറയാട്ടോ റിൻഷ. അപ്പൊ ഈ രണ്ടുപേരെ ഇരുത്തി സംസാരിക്കുമ്പോ അപ്പോഴാണ് ഹസ്ബൻഡ് പറയും, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് തുറന്നു പറഞ്ഞൂടെ എന്ന് ചോദിക്കും.
അപ്പൊ ഈ തുറന്ന് പറച്ചിൽ എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ. ഏതൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ കേട്ടോ, ഞാൻ ജസ്റ്റ് ഇത് എടുത്ത് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ പറയുന്നിടത്താണ് കാര്യം. ഈ പറയുമ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാം അങ്ങനെ തുറന്നു പറയാൻ പറ്റും, അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ മെന്റൽ ഹെൽത്തിന് പ്രോബ്ലം വരുന്നുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് അത് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്ന എന്ത് കാര്യം നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ആളടുത്ത് പറയുന്നത് കൊണ്ട് യാതൊരു വിധ പ്രശ്നവുമില്ല. കാരണം നമ്മുടെ ഹസ്ബൻഡ് അല്ലേ. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ആളുടെ എപ്പോഴും ഒരാളെ എപ്പോഴും റൂഡായിട്ടോ ഞാൻ ഹസ്ബൻഡാണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞ പോലെ ഇരിക്കാൻ മതി, ഞാൻ ഇങ്ങനെ ഇതാക്കട്ടെ എന്ന് പറഞ്ഞ് എപ്പോഴും ഭയങ്കര ലുക്കിലൊന്നും ജെന്റിൽമാൻ ആയിട്ടൊന്നും ആരും ഇരിക്കില്ല. എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സമയത്തൊക്കെ ആൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അടുത്തൊന്ന് ചെന്നിരുന്ന് പറയാം. ഇതിൽ ഈ ഗ്രൂപ്പിലുള്ളവർ എന്തായാലും ഒരു 40 വയസ്സിന്റെ ഉള്ളിലുള്ള ആൾക്കാർ എന്തായാലും ഉണ്ടായിരിക്കുള്ളൂ. അവരുടെ ഹസ്ബൻഡ്സ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു 40-45 വയസ്സ്, അതിന് കൂടുതൽ ഉണ്ടായിരിക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത് കേട്ടോ. സോ അപ്പോ അവർക്കുണ്ടായിരിക്കും, അവരെന്തായാലും ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും. അപ്പൊ ഒരുവിധമൊക്കെ അറിയുന്നു വിചാരിക്കും. ഇനിയിപ്പോ തീരെ അറിയാത്ത ഒരാളാണെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് ചെന്ന് ഓരോരുത്തരുടെ ലൈഫല്ല ഓരോരുത്തർക്ക് അറിയും. അപ്പൊ അത് മൂലം അല്ലെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡ്സിന്റെ അടുത്ത് ചെന്നിരുന്ന് ഈ പറഞ്ഞതുപോലെ ക്വാളിറ്റി ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യുക. എങ്ങനെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ ഹസ്ബൻഡായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങൾക്കായിട്ട് ഒരു പ്ലേസ് ഉണ്ടെങ്കിൽ റൂമിലാണെങ്കിൽ റൂമിൽ, അതല്ല ഫുഡൊക്കെ കഴിച്ച് രാത്രി ഇപ്പോ ഉമ്മറത്താണ് ഇരിക്കുന്നതെങ്കിൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ കുട്ടികളൊക്കെ ഉറങ്ങിയതിന് ശേഷം ഇരുന്ന് നിങ്ങൾ രണ്ടുപേരുടെയും കാര്യങ്ങൾ പരസ്പരം പറയാൻ ശ്രമിക്കുക. അതല്ല ഇനി അങ്ങനെ ഒരു സമയം നിങ്ങളായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടില്ലെങ്കിൽ ഇനി മുതൽ ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതല്ല ഇനിയിപ്പോ ഹസ്ബൻഡ്സ് അടുത്തില്ലാത്തവരാണെങ്കിൽ, ഇപ്പൊ വിദേശത്തൊക്കെ ഉള്ള ആൾക്കാരാണ്, അവർക്ക് വിളിക്കാനൊരു ടൈം ഉണ്ടായിരിക്കും. ഈ വിളിക്കാൻ ഇരിക്കുന്ന ടൈമിന്റെ മുന്നേ തന്നെ ആയിട്ട് തിരക്കിലാണോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തതിനു ശേഷം നമ്മുടെ മെന്റലി നമുക്ക് വരുന്ന തോട്ട്സ് എന്താണോ അത് അവർ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ടൈം ഉണ്ടായിരിക്കില്ല. ഒഫീഷ്യൽ ടൈം നമുക്കറിയാലോ, അത് കഴിഞ്ഞ് റൂമിൽ വന്ന് അവർ ഫ്രഷ് ആയതിനു ശേഷം നാട്ടിലോട്ട് വിളിക്കുന്ന ഒരു ടൈമിന്റെ കുറച്ച് മുന്നേ ആയിട്ട് നമുക്ക് അറിയുന്നുണ്ടായിരിക്കല്ലോ അവര് ഇപ്പൊ റൂമിലെത്തി കാണും, ഇപ്പൊ ഒന്ന് ഫ്രീ ആയി കാണും. ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് അപ്പൊ ഡൗൺ ആണെങ്കിൽ ഫീലിംഗ് ബാഡ് അല്ലെങ്കിൽ ഫീലിംഗ് ഓക്വേർഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവർക്ക് മെസ്സേജ് അയക്കാം. അപ്പൊ ഒരു നല്ലൊരു മൂഡാണെങ്കിൽ തിരിച്ച് എന്തേ നിനക്ക് പറ്റി എന്ന് ചോദിച്ചാൽ അവർ വിളിക്കാതിരിക്കില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഇമോഷൻസ് അവരുടെ അടുത്ത് തുറന്ന് കാണിക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ ആണുങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ലോജിക്കായിട്ടാ ചിന്തിക്കുക. അതായത് എപ്പോഴും അവരെ വായിന്ന് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിലെന്താ ലോജിക് ഉള്ളത്, അല്ലെങ്കിൽ അതെന്താ അങ്ങനെ, അതൊക്കെ വെറുതെയാണ്. അതെപ്പോഴും ബുദ്ധിപരമായിട്ട് അതിൽ കഴിഞ്ഞത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാനുള്ളതിനെ കുറിച്ച് അങ്ങനെ അവരെപ്പോഴും അങ്ങനെയാണ്. അതായത് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെടുന്നവരാണ്, അതെല്ലാം അറിയാം. പക്ഷെ ഐ മീൻ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്, അവര് ഇമോഷണലി റിലേറ്റഡ് അല്ലെങ്കിൽ ഇമോഷണലി കണക്റ്റഡ് ആണ്. അപ്പോ ഈ ഒരു ലോജിക്കും ഇമോഷൻസും തമ്മില് വളരെയധികം വ്യത്യാസം ഉണ്ടെങ്കിലും രണ്ടും കുറച്ച് കണക്റ്റഡ് ആണ്. അത് കണക്റ്റഡ് ആവണമെങ്കിൽ നമ്മൾ ഹസ്ബൻഡും വൈഫും ഒരു മെയിലും ഒരു ഫീമെയിലും തമ്മിൽ എന്താവണം, സിങ്ക് ആവണം എന്ന് പറയാം. അതിന് മെയിൻ ആയിട്ട് വേണ്ടത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ്. അത് ഓരോ റിലേഷൻഷിപ്പിലും ഓരോ രീതിയിലായിരിക്കും. ചിലടത്ത് ഈ പറഞ്ഞതുപോലെ ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ അടുത്തിരുന്നിട്ടോ, ഇനിയിപ്പോ അതല്ല ചിലർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിലൂടെ ആയിരിക്കും. ഫുഡ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ള ദിവസമാണെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കും. ഇനി തീരെ ടേസ്റ്റ് ഇല്ലാതെ ഉണ്ടാക്കി തല്ലുണ്ടാക്കണതല്ല കേട്ടോ ആക്ച്വലി പറയുന്നത്. പക്ഷെ എങ്ങനെയാണ് ടേസ്റ്റ് ഒക്കെ കണ്ടറിഞ്ഞ് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ, ഇനിയിപ്പോ അങ്ങനെയല്ല നമുക്ക് തീരെ വയ്യ, ഒട്ടും വയ്യ, അപ്പൊ കുറെ ഫുഡൊന്നും ഇല്ലെങ്കിലും പദാർത്ഥങ്ങളായിട്ട് ഐ മീൻ കുറെ കറികളൊന്നും ഇല്ലെങ്കിലും കുറച്ച് കറികളാണെങ്കിൽ അപ്പൊ ഹസ്ബൻഡിന് മനസ്സിലാക്കാൻ കഴിയണം, ലൈക്ക് എനിക്ക് ഇവൾക്ക് ഇന്ന് വയ്യാത്തത് കൊണ്ടാണ്. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ആദ്യമായിട്ട് എന്ത് വേണം, ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ളതാണ്. അത് നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഞാൻ പറഞ്ഞു. ഇനി ഇതൊരു കല്യാണം കഴിയാത്ത ഒരു കുട്ടിയോട് നമുക്ക് കുറെ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അവർക്ക് എന്താണ്, അതൊരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പോലെ അല്ലെങ്കിൽ പ്രീ മാരിറ്റൽ സെഷൻ പോലെ അവർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടായിരിക്കുള്ളൂ. ജീവിച്ചു തുടങ്ങുന്നവർക്കാണ് ഇതിൽ എത്രത്തോളം കാമ്പുണ്ടെന്ന് അവർക്ക് അറിയുള്ളൂ. നേരെ മറിച്ച് ഇപ്പോ ഒരു ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു +2 കാലഘട്ടത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആളാണ് ഈ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ അവർക്ക് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവർ കൂടുതലും ഹോസ്റ്റൽ ലൈഫ് ആയിരിക്കും, അതല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ കൂടെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മൾ അമ്മമാരുടെ അടുത്ത് എല്ലാം തുറന്നു പറയാൻ ശ്രമിക്കണം. അച്ഛനെ ഒരു ഫ്രണ്ട് ആയിട്ട് കാണാം, അല്ലാതെ അച്ഛനെ വെറും ഒരു എന്താ പറയാ, നമ്മൾ ഈ ഫിലിമിലൊക്കെ കാണുന്നത് പോലെ ഇപ്പോ ചാക്കോമാഷ പോലെയൊക്കെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അച്ഛൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എപ്പോഴും പേടിയാണ്. ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെയല്ല കേട്ടോ. പക്ഷെ പണ്ടത്തെ അച്ഛന്മാരെ അപേക്ഷിച്ചിടത്തോളം ഇപ്പോഴത്തെ അച്ഛന്മാരെന്ന് പറയുന്നതൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. എന്നാലും അച്ഛൻ ഉപ്പ എന്നുള്ള ആ ഒരു പേടി മക്കൾക്ക് വേണം. മോറോവർ ദാറ്റ് എല്ലാം നമുക്ക്
തുറന്ന് പറയാൻ കഴിയണം എന്നുള്ളതാ. അമ്മമാരുടെ അടുത്താണെങ്കിൽ അങ്ങനെ തന്നെ കുറെ വഴക്കിടും അമ്മമാരല്ലേ, അവര് പോരാളികളാണ്, അവര് കുറെ വഴക്കിടും, കുറെ കാര്യങ്ങളിൽ അവർക്ക് തന്നെ ജയിക്കണം, അങ്ങനെയെല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ അമ്മയെ ഒരു ഫ്രണ്ട് ആയിട്ട് കാണണം, അച്ഛനെ അത്രയും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കാണണം. അപ്പൊ ഇവരടങ്ങുന്ന ഒരു ലോകമായിരിക്കണം. നമുക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു ഇതുണ്ടായിരിക്കണം. അയ്യോ അച്ഛനും അമ്മ, അയ്യോ എന്റെ പീരീഡ്സ് തെറ്റി, ഞാനിപ്പോ ഇത് എന്താ പറയാ, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്നതൊന്നും അവർക്ക് അത്ര ഇഷ്ടമുണ്ടായിട്ടല്ല, എന്റെ നിർബന്ധത്തിനാണ് ഞാൻ നിൽക്കുന്നത്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അമ്മയുടെ സ്വഭാവം എന്ന് പറയുന്നത് അങ്ങനെയാണ്, അമ്മ എന്തെല്ലാം ചിലപ്പോ പറഞ്ഞുണ്ടാക്കും എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ പീരീഡ്സ് തെറ്റിയത് നമ്മൾ പറയില്ല. അങ്ങനെ 1, 2, 3 മാസം നമ്മൾ പറയാതിരുന്നു. കാരണം കുട്ടികൾ അമ്മയുടെ അടുത്തുമില്ല, മാസത്തിൽ 2 ദിവസമൊക്കെ വീട്ടിൽ വന്ന് നിൽക്കുന്നുള്ളൂ. അതിപ്പോ കുട്ടികളെ സംബന്ധിച്ച് അമ്മമാരങ്ങനെ ഇപ്പൊ ശ്രദ്ധിക്കില്ലല്ലോ, പീരീഡ്സ് ആയാന്നുള്ളതൊന്നും. വീട്ടിലുണ്ടെങ്കിൽ വയറുവേദനയൊക്കെ ഉള്ള അപ്പൊ നമ്മൾ നോക്കുള്ളൂ. അപ്പൊ കുട്ടികളത് മിണ്ടില്ല. ഇങ്ങനെ മിണ്ടാതെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ 4 മാസമൊക്കെ ആയിട്ട് നമ്മൾക്ക് അതിന്റെ സിംറ്റംസ് കാണിക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ പറയാട്ടോ അർഷാന, നമുക്ക് ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം ഈ ടോപ്പിക്സ് ഒക്കെ ഒന്ന് കവർ ചെയ്യട്ടെ. നിങ്ങൾ കോമെന്റ് ചെയ്ത് പോയിക്കോളൂ, നമുക്കത് എന്തായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവേ. അപ്പോ കുട്ടികള് പറയാതിരിക്കും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേഷ്യൽ ഹെയർസ് നമുക്ക് ഇങ്ങനെ ആഗ്നേ വരും, അതുപോലെ ഡാർക്ക്നെസ് വരും. പിന്നെ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ കോലം കാണുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ടെൻഷൻ ആയി തുടങ്ങും. അപ്പോഴായിരിക്കും നമ്മൾ അവരുടെ അടുത്ത് പറയാ. സോ ആ സമയം അവർ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചേക്കാം, എന്താടി നീ ഇത്ര കാലമായിട്ട് പറയാതിരുന്നത്, അങ്ങനെ ഇങ്ങനെ. അപ്പൊ ആ പ്രഷറും കൂടി നമ്മൾ ഓൾറെഡി കേൾക്കേണ്ടി വരികയാണ്. അവരുടെ ദേഷ്യം കൂടി നമ്മളടുത്ത് അവർ തീർക്കുകയാണ്. അവർക്ക് ഓൾറെഡി ടെൻഷൻ ആയിട്ടാണ് നമ്മളടുത്ത് സംസാരിക്കുന്നത്. സോ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടി ടെൻഷൻ ആവുകയാണ്. അപ്പൊ ഇതുപോലെ എന്താണ് ഓവർ തിങ്കിങ്, അയ്യോ അച്ഛനും അമ്മ ആർക്കും എന്നെ താല്പര്യമല്ല, അല്ലെങ്കിൽ ഇവരും എന്നെ കൈ ഒഴിഞ്ഞ പോലെയാണ്, എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ഇതിങ്ങനെ നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുക. സോ നമ്മുടെ ആൻസൈറ്റി ലെവൽ കൂടി വരികയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണ് അവിടെ ആകെ ടെൻസ്ഡ് ആയി, അത് നമുക്ക് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ഇപ്പൊ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോഴാണ് അവർ പറയുന്നത് PCOS കുറച്ച് കാഠിന്യം കൂടിയിട്ടുണ്ട്, ഇതെന്തേ മിണ്ടാതിരുന്നു ചോദിക്കുമ്പോ, നല്ല അമ്മയല്ലേ കേട്ടേക്കുന്ന, പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മ ടെൻഷൻ അടിച്ചിട്ട് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ചില അച്ഛന്മാരാണെങ്കിൽ സമാധാനിക്കും, ചില അച്ഛന്മാരാണെങ്കിൽ പിന്നെ എത്ര ദിവസം മിണ്ടാതെ വെച്ചില്ലേ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അച്ഛന്മാർ ചിലപ്പോൾ വഴക്ക് പറഞ്ഞേക്കാം. അപ്പൊ വീണ്ടും കുട്ടിയുടെ കണ്ടീഷൻ ബുദ്ധിമുട്ടിലോട്ടാണ് പോകുന്നത്. പിന്നെ ഹോസ്റ്റലിൽ പോകണ്ട പറയാ, ഇങ്ങനെ ആയിട്ട് പിന്നെ അതും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ തന്നെയാണ് ആക്ച്വലി വഴിയൊരുക്കുന്നത്. അപ്പൊ അവിടെ എന്താ വേണ്ടത്? ഫസ്റ്റ്ലി നമ്മളിപ്പോ വീട്ടിലേക്ക് എപ്പോഴും വിളിക്കും. ഇപ്പൊ ഫോണൊന്നും മറ്റേ വാർഡൻ വാങ്ങിച്ചു വെക്കുന്ന ഒരു ഹോസ്റ്റൽ ലൈഫ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഇനിയിപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കേരളത്തിന് പുറത്ത് അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള എവിടെയെങ്കിലും പഠിക്കാം. അത് അവരുടെ കയ്യിൽ ഫോണൊക്കെ ഉണ്ടായിരിക്കും, അത് ഒരു ടൈമിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോ അപ്പോഴും നമുക്ക് മെസ്സേജ് ചെയ്യാലോ, അമ്മ എന്റെ പീരീഡ്സ് എന്തോ തെറ്റിയിരിക്കുകയാണ് കേട്ടോ, എനിക്ക് അറിയുന്നില്ല, ഞാൻ ഈ വീക്ക് വരുന്നുണ്ട്, നമുക്കൊന്ന് പോയിട്ട് ഡോക്ടറെ കാണാമെന്നുള്ള രീതിയിലൊക്കെ അമ്മ അടുത്ത് പറയുമ്പോ അമ്മയും അതെന്താ, മോൾ എന്റെ അടുത്ത് തുറന്നു പറയുന്നുണ്ടല്ലോ, എന്തായാലും പോയേക്കാം. അപ്പൊ അച്ഛന്റെ അടുത്തും അമ്മ അത്രയും സമാധാനത്തിൽ പറയും. അവിടെ ഒരു സമാധാനമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നില്ലേ? ഓക്കെ, അതുപോലെ തന്നെയാണ് ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വന്ന ഒരു ടൈം ആണെങ്കിലും നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോയേക്കാം. ചിലപ്പോൾ അവരെല്ലാവരും കൂടി ഇപ്പോഴത്തെ കാലത്ത് ഈ എയറിൽ കയറ്റുക, ഊക്കുക എന്നുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മൂഡ് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോകും. അപ്പോൾ ഇതിന് ബെറ്റർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് എപ്പോഴും നമ്മളുടെ കണ്ടീഷൻ എങ്ങനെയാണെന്നൊന്നും അവർക്ക് അറിയില്ല. ബട്ട് അതിന് മുന്നായിട്ട് നമുക്ക് പറയാം, അതായത് അതെ പിന്നെ എനിക്ക് എന്റെ മൂഡൊന്നും ശരിയല്ല കേട്ടോ, നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മാറി നിന്ന് നോക്കിക്കോ, എന്റെ അടുത്ത് നിന്ന് നോക്കണ്ട, ചിലപ്പോൾ എനിക്ക് അത് അത്ര അതിന് ഡൈജസ്റ്റ് ചെയ്തൊന്നും വരില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ നിങ്ങൾക്കും കൂടി ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്നാവും, അതുകൊണ്ട് എന്നെ നോക്കിക്കോ, പക്ഷെ ഞാൻ കേൾക്കാത്ത രീതിയിൽ നോക്കിക്കോ, അവിടെ ചെന്ന് നിന്ന് നോക്കിക്കോ, അല്ലെങ്കിൽ ഞാൻ എന്റേതായ പ്രൈവറ്റ് സ്പേസിലോട്ട് പോവാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാറി നിൽക്കാം. അതല്ലാതെ മുഖം വീർപ്പിച്ച് അവരുടെ ഇടയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് അവർക്ക് കൂടി വിഷമല്ലേ. നമുക്ക് ആരെയും വിഷമിപ്പിക്കാൻ പാടില്ല. എല്ലാവരും സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾ മൂലം മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം നമ്മളുടെ ആ ഒരു ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. സ്ട്രെസ്സിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ചിന്തിക്കുന്ന പലതും നമ്മുടെ ബോഡി ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ ഇതിൽ സ്ട്രെസ് കൂടി വരുമ്പോൾ അത് നമ്മളെ ഡൈജഷനെ വല്ലാതെ ബാധിക്കും. നമ്മൾ സ്ട്രെസ്ഫുൾ ആണെങ്കിൽ അത് നമ്മളെ ഡൈജഷനെ നല്ല രീതിയിൽ ബാധിക്കും, നമുക്ക് തന്നെ അറിയുന്നുണ്ടായിരിക്കും അല്ലെ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നാളെ നമുക്ക് എക്സാം ആണ്, അല്ലെങ്കിൽ നാളെ നമുക്ക് ഡ്രൈവിങ്ങിന്റെ ടെസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി ആകെ ടെൻസ്ഡ് ആണ്, പിന്നെ വയറുവേദനിച്ച് പിന്നെ എപ്പോഴും ബാത്റൂമിൽ പോവാനാണ് നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരിക, ഓക്കാനം വരിക, എന്താണെന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. പക്ഷെ അങ്ങനെ അത് നിങ്ങൾക്ക് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമായിരിക്കും. ഞാൻ അടക്കം എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. അതായത് ഇപ്പൊ എനിക്ക് അങ്ങനെ ഉണ്ടാവാറില്ല, ഞാനത് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയതുകൊണ്ട്, ആ ഒരു സ്ട്രെസ് മാനേജ് ചെയ്ത് ശരിയാക്കിയതുകൊണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ കാരണം. അല്ലാതെ ഞാൻ വെറുതെ അങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ട് അതിലൊരു
കാര്യമല്ല. എന്താ വേണ്ടത്? ഞാൻ ആദ്യം ശരിയാക്കിയതിനു ശേഷം വേണ്ടേ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ. അപ്പോഴല്ലേ അവിടെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി നടക്കുള്ളൂ. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു ഇത്. പിന്നെ ഞാനത് ശരിയാക്കി. അതായത് നാളെ ടെസ്റ്റ് ആണ്. ഓക്കെ, കഴിഞ്ഞ കാര്യം. നാളെ കിട്ടുമോ ഇല്ലേ? കിട്ടുമല്ലോ, വരുന്നിടത്ത് വെച്ച് കാണാം. ഒന്നുകിൽ ജയിക്കും അല്ലെങ്കിൽ തോൽക്കും. ഇത്രയല്ലേ ഉള്ളോ? അല്ലാതെ മരിച്ചൊന്നും പോവില്ലല്ലോ. ഇങ്ങനെ ഓവറായിട്ട് സ്ട്രെസ്ഫുൾ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നാളെ ടെസ്റ്റിന് ഉണ്ടായിരിക്കില്ല. ഇതാണ് ഞാൻ ചിന്തിക്കുക. ഓക്കെ, അപ്പോ ഇത് പ്രാക്ടീസ് ചെയ്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനും. കാരണം നമ്മൾ ഓൾറെഡി സ്ട്രെസ് ആയി കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡൈജഷനെ നന്നായി ബാധിക്കുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലേ. ഇത് നമ്മൾ PCOS ആയിട്ടൊന്ന് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ, നമുക്ക് ചുറ്റിനും ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരിക്കും. കുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ പറയണ്ടല്ലോ, അവർക്ക് ഏതൊക്കെ രീതിയിലാണ് സ്ട്രെസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് എനിക്ക് നന്നായി അറിയാം. അതുപോലെ നമ്മള് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇൻലോസും ആയിട്ടുള്ള അവരുടെ ആ ഒരു സ്ട്രെസ് നമുക്കറിയാം. അതുപോലെ തന്നെ ഇപ്പൊ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, ഐ മീൻ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, അവിടുന്ന് ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ അതിന്റെ രീതിയിലുള്ള സ്ട്രെസ്സുകൾ ഉണ്ടായിരിക്കാം. അതുപോലെ ഓഫീസിൽ നിന്നുള്ള സ്ട്രെസ് ഉണ്ടായി, എന്താണോ വർക്കിംഗ് പ്ലേസ്, വെദർ യു ആർ എ ടീച്ചർ ഓർ ഏത് എംപ്ലോയി ആയിക്കോട്ടെ കേട്ടോ, ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളും ആയിക്കോട്ടെ. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സ്ട്രെസ് നമുക്ക് ഊഹിക്കാൻ കഴിയും. വീട്ടിലെ സ്ട്രെസ് വേറെ, കുട്ടികളുണ്ടെങ്കിൽ അവരുടെ സ്ട്രെസ് വേറെ. അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ പറയാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഇതിന്റെ ഉള്ളിൽ കിടന്ന് പുകയുന്നുണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് PCOS കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക, നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് വരുന്നില്ല, പീരീഡ്സ് ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മൾ ആകെ പറയാൻ പറ്റാത്ത പല കണ്ടീഷനിലൂടെ ആയിരിക്കും പോകുന്നുണ്ടായിരിക്കുക. അപ്പോ ഇതിലിടക്ക് ചിലപ്പോ നല്ല രീതിയിലായിരിക്കും ഒരാൾ വന്ന് നമ്മളടുത്ത് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരിക്കുക. ഇതെല്ലാം കൂടി നമ്മള് ആ ആളടുത്ത് അവൻ തീർത്തിട്ടുണ്ടായിരിക്കുക അല്ലെ. ചിലപ്പോ ഫയൽ വെച്ചോന്ന് അവൻ ചോദിച്ചിട്ടുണ്ടായിരിക്കുക. ആൻസർ പറഞ്ഞത് ചിലപ്പോ വേറെ വല്ല രീതിയിലൊക്കെ ആയിരിക്കും. അപ്പൊ അയാൾക്ക് എന്തായി, നമ്മൾ ആളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും പ്രശ്നമായി. അതെല്ലാം കൂടി ആകെ ഒരു പരുവായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് എന്താണെന്ന് അറിയാം. ചിലത് നമ്മൾ ഇത് മാത്രമല്ല കേട്ടോ, ചിലത് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ടായിരിക്കാം. കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഇപ്പോ നമ്മൾ ആരും PCOS ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ചാല്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും എന്താ പറയാ പരിഗണിക്കുന്നില്ല, ഞാൻ പറയുന്നത് ആരും അനുകൂലിക്കുന്നില്ല എന്നുള്ള രീതിയിലെല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ ഇതിനെല്ലാം ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ചിലത് നമ്മളുടെ തോട്ട്സ് ആണ്. അപ്പൊ ആ തോട്ട്സിനെ നമുക്ക് മാറ്റാൻ കഴിയണം. അതെങ്ങനെയാണെന്നല്ലേ, നിങ്ങൾക്ക് സ്ട്രെസ് വരുന്ന കാര്യങ്ങൾ എന്താണോ, സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രെസ്സേഴ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അത് ചില മനുഷ്യരായിരിക്കാം. ചില മനുഷ്യരെ നമുക്ക് സ്ട്രെസ്സേഴ്സ് എന്ന് വിളിക്കാം. അവരെന്തിനും നമുക്ക് എന്താണ്, സ്ട്രെസ് മാത്രമായിരിക്കും തരുന്നുണ്ടായിരിക്കുക. നമ്മൾ എന്ത് നല്ലത് ചെയ്താലും. പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റിൽ പറയുന്നുണ്ട്, ചില വാതിലുകൾ അടഞ്ഞു കിടക്കുന്നത് തന്നെയാണ് നല്ലത്. അത് തുറന്നിട്ടാലും അതിന്റെ ഉള്ളിൽ നിന്ന് പ്രത്യേകിച്ച് കാറ്റും വെളിച്ചമൊന്നും കിട്ടാൻ പോകുന്നില്ല. അത്തരം ചില വാതിലുകൾ ഉണ്ടായിരിക്കാം. വാതിലുകൾ എന്ന് ഞാൻ ഇവിടെ ഡിനോട്ട് ചെയ്തത് സ്ട്രെസ്സേഴ്സിനെ ആയിരിക്കണം. ഹോപ്പ് യു ഗോട്ട് മൈ പോയിന്റ്. ഓക്കെ, അപ്പൊ അത്തരം സ്ട്രെസ്സേഴ്സ് ഉണ്ടെങ്കിൽ അവരെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയണം. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ പാടെ നമുക്ക് പറ്റുന്നതല്ല. നമ്മൾ എത്ര അങ്ങോട്ടാക്കിയാലും ഏതെല്ലാം രീതിയിൽ നിന്ന് ഇങ്ങോട്ട് വരും എന്നുള്ളത് നമുക്ക് നന്നായി അറിയാം അല്ലെ. അപ്പൊ ഇതിനെല്ലാം ഒരു ബോർഡർ, അതായത് നമ്മൾ ഫസ്റ്റ് സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് കെയർ നമ്മൾക്ക് നമ്മൾ തന്നെ കൊടുക്കുന്ന രീതിയിൽ പറയുന്നതാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോണം നമ്മൾ പറയുന്നത് എന്താണെന്നറിയാം, സെറ്റിംഗ് ദ ബൗണ്ടറീസ് എന്ന് പറയും. ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുവിധം സ്ട്രെസ് ഒക്കെ വരുമെങ്കിൽ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തില് നമുക്ക് ഈ വരുന്ന സ്ട്രെസ്സേഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ചില മനുഷ്യന്മാരാണെങ്കിൽ, ചില സാഹചര്യങ്ങളാണെങ്കിൽ ഇതൊക്കെ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാറുണ്ട് അല്ലെ. അങ്ങനെ ഇത് മാത്രമല്ല, പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ചിലത് കഴിഞ്ഞു പോയ മെമ്മറീസ് ആയിരിക്കാം. ഈ കഴിഞ്ഞു പോയ മെമ്മറീസ് എന്ന് പറയുമ്പോൾ ഒരാളുടെ വേർപാടായിരിക്കാം, അത് മരണമായിക്കോട്ടെ, ബാക്കി എങ്ങനെ വേർപിരിഞ്ഞു പോയതാണെങ്കിലും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോ അയ്യോ എന്താല്ലേ, പോയി, സാരല്ല, എന്താ ചെയ്യാ. പക്ഷെ അത് നല്ലതിനായിരിക്കും എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിച്ചിട്ട് നമുക്ക് ചിന്ത വരുമ്പോ പോട്ടെ 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 അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. അത് നമ്മൾ മനുഷ്യ സഹജമാണ്. നമുക്ക് ഓർമ്മകൾ വരും. ചിലപ്പോ യാത്ര ചെയ്യുമ്പോഴായിരിക്കാം, അങ്ങനെയൊക്കെ നമുക്ക് എന്താണ് ഓർമ്മകൾ വന്നുകൊണ്ടേയിരിക്കും. ഈ ഓർമ്മകൾ വരുമ്പോ
കൂടുതൽ സ്പേസ് ആ ഓർമ്മക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതൊരു സ്ട്രെസ് തന്നെയാണ്. കാരണം വെറുതെ ആലോചിച്ച് നമ്മുടെ നല്ലൊരു മൈൻഡ് കൊണ്ടുപോയിട്ട് വേസ്റ്റ് കണ്ടീഷനിലോട്ട് എത്തിക്കുക എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഒരു സ്ട്രെസ് തന്നെയാണ്, ഒരു കൈൻഡ് ഓഫ് സ്ട്രെസ് ആണ്. അപ്പൊ അത് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, മൈൻഡ് പിന്നെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ എന്താണ്, നമ്മൾ യാത്ര ചെയ്യാണ്, അപ്പൊ നമ്മൾ സ്റ്റോപ്പ് എത്താറായി, അല്ല ഇപ്പൊ കാറിൽ പോവാണ്, ഈ പാട്ടൊന്ന് മാറ്റി മറ്റു പാട്ട് വെച്ച് നോക്കട്ടെ. അപ്പൊ അങ്ങനെ നമ്മൾ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ സ്ട്രെസ്സസ് എന്ന് പറഞ്ഞ ചില മനുഷ്യന്മാരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. അതിപ്പോ എത്ര നമ്മൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാലും നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അവരെ നമ്മൾ സ്ട്രെസ്സസ് ആയിട്ട് കാണുക എന്ന് പറഞ്ഞ ചില സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. അത്തരം കാര്യങ്ങൾ വരുമ്പോ അതിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ബൗണ്ടറിയിൽ നിർത്താൻ കഴിയണം. ഓക്കെ, ബൗണ്ടറിയിൽ നിർത്തുക എന്ന് പറയുമ്പോൾ അവരെ പാടെ ഒഴിവാക്കി കളയല്ല ചെയ്യേണ്ടത്. എങ്ങനെയാണ് നമ്മൾ സെൽഫ് കെയർ ചെയ്യുക. അതായത് ഇവരുമായിട്ട് കൂടുതലായിട്ട് ഞാൻ ചെലവഴിച്ചാൽ എന്റെ മെന്റൽ ഹെൽത്ത് ആണ് വേസ്റ്റ് കണ്ടീഷനിലോട്ട് പോവുക. ഇത് മൂലം ഞാൻ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹെൽത്ത്, അതായത് ഞാനൊരു PCOS പേഷ്യന്റ് ആണ്, എന്റെ PCOSന്റെ കാഠിന്യം കൂടിക്കഴിഞ്ഞാൽ ഇതിലും വേസ്റ്റ് ആയി പോകും എന്റെ കണ്ടീഷൻ. സോ ഞാൻ ഇവിടെ എടുക്കേണ്ടത് എന്നെ സെൽഫ് കെയർ ചെയ്യുക എന്നുള്ളതാണ്, എന്റെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആക്കുക എന്നുള്ളതാണ്. ഈ മെന്റൽ ഹെൽത്ത് ഓക്കെ ആക്കിയാൽ എനിക്ക് എന്നും രാവിലെ അല്ലെങ്കിൽ എന്നും വൈകിട്ട് ഞാൻ ജോലി കഴിഞ്ഞ് വന്നാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്റെ എക്സസൈസും ഡയറ്റും ഒക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്റെ മെന്റൽ ഹെൽത്ത് ആണ് ഞാൻ ആദ്യം ഓക്കെ ആക്കി വെക്കേണ്ടത് എന്നുള്ള ഒരു മൈൻഡ് നമുക്ക് ഉണ്ടായിരിക്കണം. അത് നമ്മളെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരിക തന്നെ വേണം. അത് നമ്മൾ ഫസ്റ്റില് ഇന്നിപ്പം മാഡം പറഞ്ഞു ഇന്ന് മുതൽ ഞാൻ അങ്ങനെ ചെയ്യും, അങ്ങനെയല്ല. നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടേയിരിക്കണം. ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറായെങ്കിൽ മാത്രമാണ് നമുക്ക് സക്സസ് ഉണ്ടായിരിക്കുള്ളൂ. അതൊരു മനുഷ്യന്റെ സക്സസ് എന്ന് പറയുമ്പോൾ അവരുടെ ജോലിയോ അല്ലെങ്കിൽ ഹയർ പൊസിഷനോ അതല്ലെങ്കിൽ ഇൻഡിപെൻഡൻസോ ഒന്നുമല്ല. ഈ PCOSൽ നിന്ന് നമുക്ക് ഇൻഡിപെൻഡന്റ് ആവണ്ടേ, അതും നമ്മൾ എന്താണ്, സക്സസ് തന്നെയാണ്. ഈ സക്സസിൽ എത്തണമെങ്കിൽ നമ്മൾ കുറച്ച് ചലഞ്ച് ഏറ്റെടുക്കേണ്ടത് തന്നെയുണ്ട്. ഓക്കെ, ഈ ഒരു ചലഞ്ച് നമ്മൾ ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മളെ തന്നെ സെൽഫ് കെയർ ചെയ്യുന്നത് കാര്യങ്ങൾ എങ്ങനെയാണ്, ലൈക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ എക്സസൈസ് ആണെങ്കിൽ ഇതിനൊക്കെ നമുക്ക് ഒരു മനസ്സ് വേണ്ടേ ആദ്യം. രാവിലെ ഗ്രൂപ്പിൽ സഫോൻ സാർ കുറെ ഇട്ടിട്ടുണ്ട്, തസ്ലീം സാർ ഇട്ടേക്കുന്നത്, അർഫ മാം ഇട്ടേക്കുന്നത്, ജിതിൻ മാം ഇട്ടേക്കുന്നത്, എത്ര പോലെ എനിക്ക് വയ്യ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും നടക്കാൻ പോകുന്നില്ല. നേരെ വെളുത്തടിച്ചു, ഓക്കെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഇന്നെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയണം. ഇന്നലത്തത് പോട്ടെ, അത് പറ്റിയില്ല, പക്ഷെ ഇന്ന് എന്താണ് തന്നത് അത് എനിക്ക് ചെയ്യാൻ കഴിയണം. ഈ ഒരു മെന്റാലിറ്റി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ഓക്കെ ആയിരിക്കണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ഓക്കെ ആയി, ഓട്ടോമാറ്റിക്കലി ഓക്കെ ആവും. അതാണ് ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും കൂടി ഭയങ്കര കണക്റ്റഡ് ആണ്. ഇനി ഇവിടെ വയ്യെങ്കിൽ ഇവിടെയും ഓക്കെ ആവും, ഇവിടെയും തളരും. അതായത് ഫിസിക്കലി നമ്മൾ വീക്ക് ആണെങ്കിൽ പിന്നെ നമുക്ക് ഒരു മനസ്സൊന്നിനും വരില്ല എന്നുള്ളത് ശരി തന്നെയാണ്. അപ്പൊ ഇന്റർ റിലേറ്റഡ് ആണ് ഇത് രണ്ടും. ഓക്കെ, അപ്പൊ നമ്മൾ മെന്റൽ ഹെൽത്ത് ഓക്കെ ആക്കി വെക്കുക എന്നുള്ളതാണ്. അതിന് സ്ട്രെസ്സസിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക, ഇത്ര മതി. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ചില ആൾക്കാർ നമ്മളോട് പറയുമ്പോൾ അവരെ മുഷിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് സംസാരിക്കാൻ അറിയണം. ഓക്കെ, ഇപ്പൊ ഇൻലോസിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പ്രഷർ വരുന്നുണ്ടായിരിക്കും. അപ്പൊ അത്തരം കണ്ടീഷനിൽ നമ്മൾ അവരുടെ അടുത്ത് ചാടി കളിച്ച് പറയാൻ പറ്റില്ല, എനിക്കിത് പറ്റില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ എന്താ ചെയ്യാ, ഓക്കെ നമുക്ക് ചെയ്യാം, പക്ഷെ ഇന്ന് എനിക്ക് വയ്യ കേട്ടോ, ഇന്നല്ലെങ്കിൽ എനിക്ക് തീരെ വയ്യ, നാളെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം എന്ന് നമ്മൾ സമാധാനപരമായിട്ട് നമ്മൾ പറയാം. എന്നിട്ട് അവർ കേട്ടില്ലെങ്കിൽ അല്ലേ, അപ്പൊ നമുക്ക് വേറെ സ്റ്റെപ്പ് എന്നോണം നമ്മുടെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. അതെ കേട്ടോ, ഇത് മാത്രമല്ല, ഇതിപ്പോ നമ്മുടെ മാനേജേഴ്സിന്റെ കയ്യിൽ നിന്നായിക്കോട്ടെ, നമുക്ക് സ്ട്രെസ്സേഴ്സ് ഉണ്ടാക്കുന്ന വഴി ഏതാണോ അതിൽ നിന്നെല്ലാം ഈ പറഞ്ഞതുപോലെ നമ്മൾ നല്ല രീതിയിൽ, നമ്മൾ പറയില്ലേ ഇലയ്ക്കും ഉള്ളിനും ദോഷമില്ലാത്ത രീതിയിൽ നമുക്കത് കൈകാര്യം ചെയ്യാൻ അറിയണം എന്നുള്ളത്. ഇനി ടൈമിന്റെ കാര്യം പറഞ്ഞു. ഇനി സ്ട്രെസ്സേഴ്സിനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. ഈ സ്ട്രെസ്സേഴ്സിനെ കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് ഒരു കാര്യം കൂടി നോക്കാനുണ്ട് കേട്ടോ. അതായത് ഷുഗറിന്റെ കാര്യം പറഞ്ഞു, നമുക്ക് ഈ ക്രേവിങ്സിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ഈ ക്രേവിങ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയത്. ഷുഗർ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ഈ ഷുഗർ എന്ന് പറയുന്ന ആള് എവിടുന്നോ നമുക്ക് സ്ട്രെസ് കൊണ്ടുതരുന്ന ഒരാളെന്ന് പറയാം. വഴിക്കെടുക്കുന്ന വേലിയൊക്കെ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും പറയില്ലേ, അതേപോലെയാണ് ഷുഗറിന്റെ ഓവർ ആയിട്ടുള്ള കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ എടുക്കും കേട്ടോ. ഞാൻ ഇതൊന്ന് വേഗം നമുക്ക് ടൈം മാനേജ്മെന്റും കൂടെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് Q&Aയിലേക്ക് എത്താം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഷുഗറിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ചോക്ലേറ്റ്സ്, പേസ്ട്രീസ്, ഷുഗർ കൂടുതലായിട്ട് നമുക്ക് ക്രേവിങ്സ് വരുന്നുണ്ടെങ്കിൽ PCOSന്റെ സിംറ്റം ആണെന്ന് പറഞ്ഞു. സോ അതുപോലെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഷുഗർ കൂടുതലായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വഴിയെ വരുന്ന എല്ലാ വേലികളും
അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലാംഗ്വേജിൽ, ഇപ്പോഴത്തെ ഈ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ പറഞ്ഞ എല്ലാ വള്ളികളും നമ്മളുടെ തലയിൽ വീഴുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അത് ഷുഗർ കൂടുതലായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടാ. ഷുഗർ കുറച്ചാൽ സ്ട്രെസ് വരില്ല എന്നല്ല പറയുന്നത്, ഉണ്ടായിരിക്കും. പക്ഷെ നമുക്കത് കോപ്പപ്പ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ തന്നെ കണ്ടുപിടിക്കും. എന്ന് വിചാരിച്ച് പാടെ ഷുഗർ ഒഴിവാക്കാനും പെട്ടെന്ന് നമുക്ക് കഴിയില്ല. മെല്ലെ 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 സ്റ്റെപ്സ് നമുക്ക് എടുത്ത് തുടങ്ങുക എന്നുള്ളതാണ്. ഇതിൽ പലരും ഇപ്പൊ നമ്മുടെ ഈ ഷുഗർ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഷുഗർ ഇല്ല, പക്ഷെ അങ്ങനെ ചിലരൊക്കെ ഇപ്പോഴും എങ്ങനെയെങ്കിലും കുറച്ച് ഷുഗർ ഒക്കെ കാണുമ്പോൾ കുറെ നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കഴിക്കാതെ ചിലർക്ക് അങ്ങനെ ഷുഗർ കാണുമ്പോൾ തന്നെ എന്നുള്ള ഒരു ഇത് വരും. ചിലർക്കാണെങ്കിലോ ഈ ചോക്ലേറ്റ്സ് അതുപോലെ പേസ്ട്രീസ് ഒക്കെ കാണുമ്പോൾ ഒരു കൊതിയൊക്കെ തോന്നും. അത് ചീത്തയായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച്, അത് തീരെ പാടില്ല, പക്ഷെ അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ ചോക്ലേറ്റ്സിന്റെ കാര്യത്തിലൊക്കെ പറയാമല്ലോ, എങ്ങനെ ഡയറി മിൽക്ക് അങ്ങനത്തതൊക്കെ കഴിക്കാൻ പാടുമെന്ന് ചോദിക്കുമ്പോൾ പറയാറുണ്ട്, അതായത് ഡാർക്ക് ചോക്ലേറ്റ് മാത്രം കൺസ്യൂം ചെയ്യാൻ പറയും. അപ്പൊ അങ്ങനെ നമുക്ക് കൺസ്യൂം ചെയ്യാന്നുള്ളത്. ഡാർക്ക് ചോക്ലേറ്റ് ആക്ച്വലി നമ്മുടെ മെമ്മറിക്കൊക്കെ നല്ലതാണെന്ന് പറയും, പക്ഷെ അതിനും നമുക്ക് എന്തുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അതുപോലെ ഷുഗറിന്റെ മറ്റ് ആൾക്കാരായിട്ട് നമ്മൾ പറയുന്നത് ശർക്കര അങ്ങനെയെല്ലാം പറയാറുണ്ടല്ലോ, അതിനാണെങ്കിൽ എന്തോ ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങള്, ഈ സ്ട്രെസ് കൂട്ടുന്ന ഒരു കാര്യമാണ് എന്ത്, ഷുഗർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഷുഗർ നമ്മൾ ഓവറായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് സ്ട്രെസ് ആയിട്ടേ വരുള്ളൂ, നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഓവർ തിങ്കിങ് വരിക, അതുമൂലം ഈ ആൻസൈറ്റി കൂടുതലായിട്ട് ഉണ്ടാവുക, അയ്യോ ഇനി എന്താവും അടുത്തത് എന്നുള്ള രീതിയിലൊക്കെ വെറുതെ ഇങ്ങനെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ പല പല തോട്ട്സ് ഉണ്ടായിരിക്കുക. അതുമൂലം ചിലപ്പോൾ പാനിക് അറ്റാക്ക് വരെ. പാനിക് അറ്റാക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, നെഞ്ചത്തൊരു സാധനം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന പോലെ, ശ്വാസം കിട്ടാത്തൊരവസ്ഥ, ഒരാളുടെ അടുത്ത് ഒന്നും പറയാൻ, ശബ്ദം പുറത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥ, ഇത്രയൊന്നും ഉണ്ടായിരിക്കില്ല. ചിലപ്പോ പാർട്ട്ണറായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേഷനിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടായിരിക്കുള്ളൂ, പക്ഷെ അതിന് ഇത്തരം കാര്യങ്ങളൊക്കെ റെസ്പോൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അതെന്താ ഉള്ളിൽ ഒതുക്കി. പക്ഷെ ഇതിന്റെ ഒക്കെ പിന്നിൽ ഷുഗർ ഉണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട കേട്ടോ. ഇത് ഷുഗർ ഒഴിവാക്കിയ ഒരാൾക്കും വരാം, ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എന്ത് ചെയ്യാ, ഷുഗറിന്റെ കൺസംഷൻ വളരെയധികം കുറയ്ക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ ഡയറ്റ് പ്ലാൻസ് കുറെ ഡോക്ടേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറ്റ് പ്ലാൻസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത് എന്തായിരുന്നു, പലർക്കും പല കളേഴ്സിലാണെന്ന് പറഞ്ഞല്ലേ. കളേഴ്സ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ചാണ് ഞാൻ കളർ എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഇവിടെ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. ഇപ്പൊ ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ വീട്ടു ജോലി ഉള്ളവരെ സംബന്ധിച്ച് മാക്സിമം ആക്ടിവിറ്റീസ് എന്താക്കാൻ ശ്രമിക്കുക, രാവിലെ ആക്കാൻ ശ്രമിക്കുക. രാവിലെ യോഗ, അതേപോലെ തന്നെ ബ്രീതിങ് എക്സസൈസ് ഒക്കെ രാവിലെ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ 100% ഷുവർ ആണ് കേട്ടോ. അതായത് ഇപ്പൊ രാവിലെ ഞങ്ങൾ ഇങ്ങനെ രാവിലെ നേരത്തെ എഴുന്നേറ്റതൊക്കെ, അല്ലെങ്കിൽ തന്നെ നേരത്തെ എഴുന്നേക്കുന്നുണ്ട് പക്ഷെ അതിന് ടൈം കിട്ടുന്നില്ല എന്ന് പറയുന്നവരായിരിക്കും. രാവിലെ ജോലിക്ക് പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടിയെന്ന് വരില്ല. ബട്ട് ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാല് എത്ര പണി ഉണ്ടായിക്കോട്ടെ, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ, ഈ മീ ടൈം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടൈം നമുക്ക് ലൈഫിൽ വേണം. ഓക്കെ, മീ ടൈം എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് മീ ടൈം എന്താണെന്ന്. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം, നമ്മൾ നമുക്ക് വേണ്ടി ടൈം കണ്ടെത്തുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് അതിനുള്ളൊരു മനസ്സുണ്ടാക്കിയിരിക്കണം. ഇന്നത്തെ ആക്ടിവിറ്റീസ് ഞാൻ ചെയ്യട്ടെ, ഒന്ന് ചെയ്ത് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. ഇപ്പൊ ഇന്നലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, ഇന്നലെ തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല, പിന്നെ ഇന്ന് ഞാൻ എങ്ങനെയാ ചെയ്യാ, അങ്ങനെയല്ല. ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല, ദാറ്റ്സ് ഫൈൻ, അവിടെ ഇട്ടോളൂ. ഇന്നത്തത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ഡെയിലി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ദിവസം ബ്രേക്ക് ആയി വേണ്ട, ഫ്രം ദ വെരി നെക്സ്റ്റ് ഡേ അടുത്തത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ എന്ത് ചെയ്യുക, അതൊരു റുട്ടീൻ ആക്കി മാറ്റുക എന്നുള്ളതാണ്. പിന്നെ നമ്മളൊരു 21 ദിവസം അത് നമ്മുടെ ടൈം നമുക്ക് വേണ്ടി കണ്ടെത്തി ചെയ്തെന്നുണ്ടെങ്കിൽ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ് വേറൊരു സൈക്കോളജി എന്ന് പറയുന്നത്. നമ്മൾ 21 ദിവസം എന്തൊരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറും. വെദർ ഇറ്റ്സ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, എന്ത് കാര്യം ആയിക്കോട്ടെ കേട്ടോ. നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 ദിവസം ചെയ്തു നോക്കിയേ, പിന്നെ അത് നമുക്ക് നമ്മുടെ ഹാബിറ്റിൽ ഒന്നായി മാറുന്ന പറയുന്നത്. സോ ഇത് നിങ്ങളുടെ ഹാബിറ്റിൽ ഒന്നാക്കി മാറ്റാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ PCOS റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ ഹൈഡ്രേഷൻ നന്നായിട്ട് വേണം, വെള്ളം നന്നായി കുടിക്കാനും, അതുപോലെ പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യാനും, എക്സസൈസ്, ഫിസിക്കൽ എക്സസൈസും മെന്റൽ എക്സസൈസും ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആയിട്ടുള്ള കോപ്പിംഗ് സ്ട്രാറ്റജീസ് ആണ് ഇത് മൂന്നും, ഹൈഡ്രേഷനും എക്സസൈസും ഡയറ്റ് പ്ലാനും എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ പ്രോപ്പർ ആക്കി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ഇവിടെ ചെയ്യേണ്ടതുണ്ട്, അതായത് നമുക്കൊരു ഗൈഡൻസ് വേണം.
നിങ്ങൾ ഷുഗർ ഇല്ല, അതിനു വേണ്ടി നിങ്ങളെ ഗൈഡ് ചെയ്യാണ്. ഇന്നിപ്പോ ഇതൊരു വൈൻഡപ്പിംഗ് സെഷൻ കൂടിയാണ്. ഞാൻ അത് മാത്രമല്ല ഇവിടെ പറയാൻ വന്നത്, നമ്മളൊരു പുതിയ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ അതിനുപരിയായിട്ട് ഇന്ന് 12 മണി വരെ ഒരു കൂപ്പൺ ഉണ്ട് നിങ്ങൾക്ക്. അതായത് ഞാൻ ഇവിടെ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഇതില് ഈ ഒരു കോമന്റ് ബോക്സിൽ ഞാൻ പേസ്റ്റ് ചെയ്യാം. നിങ്ങൾ അത് എന്തായാലും അതിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക. കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. എന്റെ ID വെച്ചിട്ട് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഒരു പ്രോഗ്രാമിൽ ചേരാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അതിനുള്ള ഡിസ്കൗണ്ട് കിട്ടുകയും ചെയ്യും. മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ആണെങ്കിലും കൂടുതൽ ഡയറ്റ് പ്ലാൻസ് ആണെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. പുതിയ പ്ലാൻ കിട്ടുന്നതാണ്. അപ്പൊ ഞാനിവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ. ഓക്കെ, ഇനി ഡൗട്ട്സ് എല്ലാവരും ചോദിച്ചോളൂ കേട്ടോ. എന്ത് ഡൗട്ട്സ് ആണെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാവേ. ഇതിൽ ഒരുപാട് പേര് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, ഞാൻ ആരെയും ഡൗട്ട് ക്ലിയർ ചെയ്യാതെ പോവില്ല. ഓക്കെ, എല്ലാവരും ചോദിച്ചിരുന്നു അല്ലെ. ഹർഷാന എന്ന് പറഞ്ഞിട്ട് ഒരാള് ചോദിച്ചിരുന്നു. ഇന്ന് 12 മണി വരെയാണ് കേട്ടോ ഇന്ന് ഡിസ്കൗണ്ട് കൂപ്പൺ ഉള്ളത്. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അത് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ. ഓക്കെ, എല്ലാരും പോയോ? ഒരാളുടെ റെസ്പോൺസ് കാണുന്നില്ലല്ലോ. വൈ, എന്താണ് ആരുടെ റെസ്പോൺസ് ഇല്ലല്ലോ? ഇവിടെ ഉണ്ട്, നാം ഹിയർ എന്തെങ്കിലും ഒന്ന് പറയാം, എനിക്കൊന്ന് കാണാൻ വേണ്ടിയായിരുന്നു. ആരൊക്കെയാ ഇവിടെ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇതിൽ പോയി എന്റെ വീണ്ടും ഞാനിത് മീറ്റിംഗ് റീസ്റ്റാർട്ട് ചെയ്തപ്പോ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്റെ കയ്യിൽ നിന്ന് പോയിരുന്നു. അപ്പൊ എന്താണെന്നുള്ളതൊന്ന് പറയായിരുന്നെങ്കിൽ, മൈക്ക് ഓൺ ആക്കി നിങ്ങൾ അത് പറയായിരുന്നെങ്കിൽ എനിക്ക് കേൾക്കായിരുന്നു. Q&A ആയിട്ട് നിങ്ങൾ എന്തോ ചോദിച്ചിരുന്നല്ലോ. ആരാ ചോദിച്ചേ? അർഷാന ചോദിച്ചിരുന്നു, അതുപോലെ അഖില ചോദിച്ചിരുന്നു, അങ്ങനെ 2-3 പേര് ചോദിച്ചിരുന്നു. ഒന്ന് പറയാവോ ആരാ ചോദിച്ചെന്നുണ്ടെങ്കിൽ? നിങ്ങൾക്ക് മൈക്ക് ക്യാമറ ഓൺ ആക്കി ചോദിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, കണ്ടില്ല. ഓക്കെ, പറയാം കേട്ടോ. ഒരു കാര്യം കൂടി പറയാം. ടൈം മാനേജ്മെന്റിന്റെ കാര്യത്തില് നിങ്ങളെ ടൈം കിട്ടുന്നില്ല എന്ന് പറഞ്ഞതിൽ ഒരു കുഞ്ഞൊരു കാര്യം കൂടി തന്നോട്ടെ. അതായത് നിങ്ങൾക്ക് എളുപ്പമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങൾ വർക്കിംഗ് ലേഡീസ് ആണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു വീക്ക് ഡേയ്സിൽ നിങ്ങൾക്ക് എളുപ്പമാവുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ഡേയ്സിൽ മാക്സിമം സ്മൂത്ത് ആക്കിയിട്ട് നിങ്ങളുടെ വീട്ടു കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ കൊണ്ടുപോകണമല്ലോ. അപ്പൊ കുക്കിംഗ് ആക്ടിവിറ്റീസ് എന്ത് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്കായിട്ട് നിങ്ങളൊരു ടൈം എടുത്തു വെക്കാം. അപ്പൊ വൈകുന്നേരം ആണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട്, അതല്ല സോറി, ഇപ്പോ ക്ലാസ് പോകുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ, അതല്ല വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ടൈം നിങ്ങൾക്കായിട്ട് മാറ്റി വെച്ചിട്ട് അതിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആവാൻ ശ്രമിക്കുക. നിങ്ങൾക്കുള്ള ഒരു ടൈമാണ്. ഇപ്പൊ 6 to 7 എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈമാണ്. സോ അതിന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട ആക്ടിവിറ്റീസ് ചെയ്യാം. നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ ആണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും സാലഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിലും അതൊക്കെ നിങ്ങളുടെ ആ ഒരു ടൈമില് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. എക്സസൈസ് ആണെങ്കിലും മെന്റൽ ഹെൽത്തിന്റെ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഒക്കെ ആ ഒരു ടൈമില്, ഫിസിക്കൽ ഹെൽത്തിന്റെ ആണെങ്കിലും ആ ഒരു ടൈമിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് നടക്കണം, പുറത്തിറങ്ങി നടക്കാനാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കി ആ ഒരു 6 to 7 അല്ലെങ്കിൽ 7 to 7:30 വരെയാണ് നിങ്ങൾക്ക് നടക്കാൻ തോന്നുന്നെങ്കിൽ ആ ഒരു ടൈമിൽ നടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് മാത്രമല്ല, എന്താണെങ്കിലും എനിക്ക് ഹസ്ബൻഡ് സംടൈംസ്, ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ പെട്ടെന്ന് വായിച്ചിട്ട് ഉത്തരവ് തരാവേ. ടൈപ്പ് ചെയ്യണമെന്നില്ല, നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. എനിക്ക് ഹസ്ബൻഡ് സംടൈംസ് സ്ട്രെസ്സർ ആയിട്ട് തോന്നാറുണ്ട്, ബട്ട് എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല. ഹസ്ബൻഡ് ഓൾസോ എ സ്ട്രെസ് പേഴ്സൺ, സോ കമ്മ്യൂണിക്കേഷൻ കുറയുന്നുണ്ട്, സ്ട്രെസ് ഏങ്കർ ലെവലിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ രണ്ടാളും സൈലന്റ് ആകാറുണ്ട്. ചിലപ്പോൾ സൈലൻസ് 3 days ഒക്കെ പോകാറുണ്ട്. ലൈഫ് ബ്രോക്കൺ. കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു ബന്ധം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നമുക്ക് വേണ്ടി നമ്മളൊന്ന് ശരിയാവേണ്ടേ. എപ്പോഴും വേണമെന്നല്ല പറയണത്, പക്ഷെ ഫസ്റ്റ്ലി നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ലൈക്ക് നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കണമെന്നല്ല പറയണത്, പക്ഷെ തെറ്റ് നമ്മുടെ ഭാഗത്താണെങ്കിൽ അത് മനസ്സിലാക്കി, ഇനിയിപ്പോ തെറ്റ് ഹസ്ബൻഡിന്റെ ഭാഗത്താണെങ്കിലും നിങ്ങൾ അന്ന് ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് ആളുടെ മൂഡും കാര്യങ്ങളും നോക്കി, അല്ലെങ്കിൽ ആളും തരവും നോക്കി എന്ന് പറയുന്ന പോലെ സന്ദർഭങ്ങൾ ആളൊന്ന് ഓക്കെ ആയി, ശരിയായി വന്നു, എന്നിട്ട് പിന്നെ മെല്ലെ ആ ഒരു കാര്യം നമ്മൾ ഫുള്ളി അങ്ങനെ എടുത്തതല്ല, പക്ഷെ അന്ന് നമുക്ക് വിഷമം ഉണ്ടാക്കിയ കാര്യം എന്താണോ അത് തുറന്നു പറയാം. നിങ്ങൾ അന്ന് അങ്ങനെ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഇങ്ങനെ
ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് അവരെ ഒബ്ജക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വീണ്ടും അത് വലിയ പ്രശ്നത്തിലോട്ട് പോവാ. നേരെ മറിച്ച് ഇങ്ങനെ ചെയ്തത് വിഷമം, ഇനി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ട്ടോ. ചിലപ്പോ പറയുമ്പോൾ നമുക്ക് കണ്ണുനീര് വന്നേക്കാം, നമ്മൾ കരഞ്ഞു, നമ്മൾ കരയണം. ഓക്കെ, അങ്ങനെയാണ് ആ കമ്മ്യൂണിക്കേഷൻ അത്രയും എന്താവുള്ളൂ, ദൃഢത ഉള്ളതായിരിക്കുള്ളൂ. ചിലപ്പോ കരയുമ്പോ അവർക്ക് ദേഷ്യമൊക്കെ വന്നേക്കാം. പക്ഷെ അങ്ങനെ ദേഷ്യം പിടിക്കണം അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അല്ലാതെ നമ്മുടെ ഉള്ളിൽ നിന്നും പറയുമ്പോ അതൊരു കണ്ണുനീരായിട്ട് നമ്മളെ കണ്ണുകൂടി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ നലിയും, മനസ്സൊക്കെ നലിയും. പക്ഷെ ടൈം എടുക്കും, മെല്ലെ അത് സംഭവിക്കുള്ളൂ. നമ്മൾ ആദ്യം അതിനു വേണ്ടി പ്രിപ്പയർഡ് ആവണം. ഗ്രാജുവലി നമ്മൾ സ്ലോലി അത് ശരിയാക്കി കൊണ്ടുവന്നാല് നമ്മുടെ റിലേഷൻഷിപ്പ് അത്രയും സ്ട്രോങ്ങർ ആവും. പിന്നീട് ഒരു അവസരം വരുമ്പോ ഹസ്ബൻഡ് ഇതേപോലെ പറയാൻ ശ്രമിക്കുന്നുള്ളതാ. ആ ചേഞ്ച് കണ്ടു തുടങ്ങിയാൽ നമുക്ക് നമ്മളെ തന്നെ അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റും. യു ആർ ഗ്രേറ്റ്, ശരിയായി വരുന്നുണ്ട് എന്ന് നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നും. പക്ഷെ ടൈം എടുക്കും, പെട്ടെന്നൊന്നും അത് പറ്റില്ല. ദൃശ്യത്തിൽ പറയുന്ന പോലെ സമയമെടുക്കും, ക്ഷമ വേണം എന്ന് പറയുന്ന പോലെ ക്ഷമയും വേണം, സമയവും എടുക്കും. മെല്ലെ മെല്ലെ ശരിയാക്കി കൊണ്ടുവരാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോഴൊക്കെ ഡിസ്റ്റർബ്ഡ് ആയി തോന്നുന്നു, മൈൻഡ് ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ട് അല്ലെ? അത് നമുക്കൊരു എന്താ പറയാ, കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണോ തോന്നുന്നത്? അതല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഐ മീൻ കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണോ തോന്നുന്നത്? അതെ അല്ലെ? ഓക്കെ. ആ, അത് നമുക്ക് എന്താണെന്ന് അറിയാം. നമുക്ക് ഓവർ തിങ്കിങ്ങിന്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ തോന്നാറുണ്ട്. ലൈക്ക് അവരെന്താ എന്നെ കാണുമ്പോ, നമ്മളിപ്പോ ഒരു കൊളോക്കിയലി എന്ന് പറയുമ്പോ അവർക്ക് എന്താ എന്നെ കുറിച്ച് തോന്നുക, അല്ലെങ്കിൽ ഞാന് ശരിക്കും ഡ്രസ് ചെയ്തിട്ടില്ലേ, അല്ലെങ്കിൽ എന്റെ ഡ്രസ്സ് അവർ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്കതിന് സോഷ്യൽ ആൻസൈറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്ക് പേടിപ്പിക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അതായത് നമുക്ക് നമ്മളിലുള്ള വിശ്വാസം കുറഞ്ഞു വരുമ്പോഴാണ് അങ്ങനെ തോന്നുക. അതല്ല, ക്രൗഡിന്റെ ഉള്ളില് ഭയങ്കര കുറെ ഒച്ചകൾ കേൾക്കുമ്പോ മക്കളില്ലാത്തത് കൊണ്ട് എല്ലാരെയും ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ടോക്ക് എന്തെങ്കിലും ഉണ്ടാവാറുണ്ട്. ഓക്കെ ഫൈൻ. അതായത് നമ്മൾക്ക് നമ്മളിൽ തന്നെ വിശ്വാസം കുറയുമ്പോ, നമ്മളിൽ തന്നെയുള്ള ആത്മവിശ്വാസം കുറയുമ്പോ നമുക്ക് തോന്നുന്നതാണ് എല്ലാവരും എന്തെങ്കിലും എന്നെ കുറിച്ച് പറയും, അല്ലെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും പറയും എന്നുള്ളത്. പേഴ്സണലി നമുക്ക് ഒന്ന് രണ്ട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ സോഷ്യലി ഇറങ്ങുമ്പോൾ, അതായത് ക്രൗഡിന്റെ മുന്നിലോട്ട്, സൊസൈറ്റിയിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ മൈൻഡ് പറയാണ്, ഇവരെന്നെ അങ്ങനെ നോക്കുന്നുണ്ട്, അവരെന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതെന്താണെന്ന് പറയാം, നമുക്ക് നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ്. പലപ്പോഴും നമുക്ക് നമ്മളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ്? ചിലത് നമുക്ക് ഉണ്ടാകുന്ന ബോഡി ഷേമിങ് കാരണമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന പല കുറവുകള് നമ്മുടെ മുഖത്ത് നോക്കി പലരും ആക്ഷേപിച്ചത് കൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരിക്കുക. അപ്പോഴൊന്നും നമ്മൾ തോറ്റു പോവാതെ നമ്മൾ നോക്കണം. നമുക്ക് മനസ്സിന് വിഷമം ഉണ്ടായിട്ടുണ്ടായിരിക്കും പല സന്ദർഭങ്ങളിലും. നമ്മളുടെ വിഷമങ്ങൾ, നമ്മളുടെ ഐ മീൻ നമ്മുടെ അപ്പിയറൻസ് കണ്ടിട്ടൊക്കെ, നമ്മുടെ വേഷവിധാനം കണ്ടിട്ടും, അതല്ലെങ്കിൽ നമ്മുടെ ബോഡി കണ്ടിട്ടൊക്കെ പലരും പല രീതിയിലും നമ്മൾ ആക്ഷേപിച്ചിട്ടുണ്ടായിരിക്കും. ഇതിൽ നിന്ന് നമുക്കൊരു ട്രോമ എന്ന് പറയുമ്പോൾ വളരെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പേടിപ്പെടുത്തുന്ന, അയ്യോ ഇവരിനി എന്തേലും പറയും, എനിക്ക് വയ്യ അങ്ങോട്ട് പോവാൻ, എവിടെയെങ്കിലും പോയി ഇറങ്ങാൻ നിൽക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മളോടുള്ള ആത്മവിശ്വാസം കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് എവിടെ ഇറങ്ങാൻ തോന്നില്ല, നമുക്ക് പുറത്തേ പോകാൻ തോന്നില്ല. പക്ഷെ ഇതിലെല്ലാം നമുക്കൊരു മാറ്റം കൊണ്ടുവരണം. നമുക്ക് ആത്മവിശ്വാസം നേടിയെടുക്കണം. നമുക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ ചിരിച്ച മുഖം തന്നെ കണ്ണാടിയിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കണം. അല്ലെ, എപ്പോഴും ഒരാൾക്ക് പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ കഴിയില്ല. മനുഷ്യരാണ് നമ്മളെല്ലാവരും. നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമങ്ങൾ ഉണ്ടായിരിക്കും, പലയിടത്തും നമ്മൾ പല കാര്യങ്ങളും നേരിടേണ്ടി വരും. എന്നിരുന്നാലും നമുക്ക് അതെല്ലാം സ്വയം അതിനെല്ലാം മറികടന്നിട്ട് വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നോണം നമുക്ക് അതിനെ മറികടക്കാൻ കഴിയണം. അപ്പൊ കണ്ണാടിന്റെ മുന്നിലാണെങ്കിൽ നിന്നിട്ട് നമുക്ക് എന്താണോ ആത്മവിശ്വാസത്തോടു കൂടി ഒന്ന് പുഞ്ചിരിക്കാൻ കഴിയണം. ഓക്കെ, അതിനും ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമാണ്. മാത്രമല്ല, ഇത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാം. എങ്ങനെയാണെന്നല്ലേ, നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ ഞാൻ ബെറ്റർ ആണ്, എന്നെ കൊണ്ട് കഴിയും, പലതും എന്നെ കൊണ്ട് കഴിയും എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിനും നമ്മുടെ ഷുഗറിലയിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. ഞാൻ മാർക്കറ്റിംഗ് ആയിട്ട് പറയല്ല ചെയ്യുന്നത്. പക്ഷെ ആത്മവിശ്വാസം കുറഞ്ഞവർക്കും നമ്മൾ ആത്മവിശ്വാസം നേടിയെടുക്കാനായിട്ട് പല പ്രോഗ്രാംസും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ലിങ്ക് നമ്മുടെ എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യാം. ആ കൂപ്പൺ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രോഗ്രാംസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇന്ന് രാത്രി 12 മണി വരെയാണ് നിങ്ങൾക്ക് ടൈം ഉള്ളത്. ഞാൻ ഇവിടെ എന്തായാലും കൊടുക്കാം, ലിങ്ക് ഒന്നും കൂടെ പേസ്റ്റ് ചെയ്യാം. അപ്പൊ ഇന്ന് രാത്രി 12 മണി വരെ നിങ്ങൾക്ക് എന്തുണ്ട്, ടൈം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്റെ കൂപ്പൺ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും.
ഓക്കെ. നമ്മള് മിറർ വർക്ക് ആയിട്ടും ആത്മവിശ്വാസം കുറഞ്ഞവർക്കൊക്കെ ആയിട്ട് മിറർ വർക്ക് എന്ന് പറയാം. അത് മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ തളരുന്നത് ഏതൊരു ഘട്ടത്തിലാണ്, എവിടെയാണോ നമുക്ക് തകർച്ച വരുന്നത്, അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം നേടിയെടുക്കാനും നമുക്ക് എങ്ങനെ ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാനും അവര് തിരിച്ച് നമ്മളുടെ ആ ഒരു ചേഞ്ച് അവർ കാണുമ്പോൾ അതിലും നമുക്ക് ഉണ്ടാവുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഇപ്പൊ ഒക്കെ മാറിയല്ലോ എന്ന് അവര് തന്നെ മാറ്റി പറയുമ്പോഴും അതിന്റെയൊക്കെ എന്താണ് ബെനിഫിറ്റ് നമുക്ക് തന്നെയാണ് കിട്ടുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ എന്താണ് അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ ഗൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ മാറേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ. ആ മാറ്റം ഞങ്ങൾ കൊണ്ട് കൊണ്ടുവരാൻ കഴിയുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ് കേട്ടോ. അത് ഞങ്ങൾ ചെയ്തിരിക്കും. ഓക്കെ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? സൂയിസൈഡ് തോട്ട്സ് വരുന്നത് ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മളോട് തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള ആ ഒരു വിശ്വാസക്കുറവുള്ളത് കൊണ്ടാണ്. അതല്ലെങ്കിൽ നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ, ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ കാര്യം ഇത് കഴിഞ്ഞല്ലോ, ഇവിടം കൊണ്ട് തീർന്നല്ലോ, എല്ലാവർക്കും ഞാനാണല്ലോ ഒരു ബുദ്ധിമുട്ട്, ഇത് ഞാനിവിടെ ഇല്ലാതായി കഴിഞ്ഞാൽ എല്ലാം തീർന്നല്ലോ എന്നൊരു തോട്ട് വരുമ്പോഴാണ് ഇത്തരം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല. എന്താണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ട് നമുക്ക് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവം നമുക്കൊരു ആയുസ് ഇട്ടത് നമ്മളായിട്ട് വെറുതെ നിർത്തിയിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് ഒരു ഈ പറഞ്ഞത് പണ്ടൊക്കെ പറയും, അതായത് നമുക്കൊരു 4 മണിക്കാണ് പോകേണ്ടതുള്ളൂ, എങ്ങനെയാണെങ്കിലും നമുക്ക് ആ സ്ഥലത്ത് പോകണം. പക്ഷെ ഇത്രയും നേരത്തെ പോയിട്ട് അവിടെ എന്ത് ചെയ്യാനാ? ചില കാര്യം നമ്മളിപ്പോ കല്യാണത്തിനൊക്കെ പോകുമ്പോ പറയുന്നത് കേട്ടിട്ടില്ലേ, പോണം, ആ ഒരു ടൈം ആകുമ്പോ പോയാൽ മതി, എന്തിനാ ഇത്ര നേരത്തെ തന്നെ അവിടെ പോയിരുന്ന ആകെ പോസ്റ്റ് അടിക്കാൻ എന്ന് പറയുന്ന പോലെ എന്തിനാ ഇത്ര നേരത്തെ പോയിട്ട്, അതിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. നമുക്ക് എന്തായാലും ഒരു ടൈം ഉണ്ട്, ആ ടൈം ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാൽ മതി. അല്ലാതെ തിരക്ക് കൂട്ടി നമുക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭൂമിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്ക് നമ്മളോട് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ചെയ്യാനുണ്ട് ഇവിടെ. നമ്മുടെ ലൈഫിൽ ഓരോ മൊമെന്റ്സും നമ്മൾ എനിക്ക് വേണ്ടി എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് നമ്മൾ അങ്ങനെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തണം. എന്നിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് എന്തിലാണോ നമുക്ക് സന്തോഷം കിട്ടുന്നത് അത് നമ്മൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അത് മറ്റുള്ളവർക്ക് വിഷമം തോന്നാത്ത രീതിയിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ വിഷമങ്ങൾ എഴുതി വെക്കാൻ ഒരു ബുക്കും ഒരു പെന്നും ഉണ്ടായാൽ മതി. ജേർണലിംഗ് എന്ന് പറയും അതിന്. നമുക്ക് എന്താണ് എഴുതാൻ തോന്നുന്നത്, നമ്മുടെ മനസ്സാണ്, അത് ഒരാൾക്കും കാണിച്ചു കൊടുക്കാതെ നമുക്ക് അന്നുണ്ടായ വിഷമങ്ങളാണോ കരഞ്ഞുകൊണ്ട് എഴുതാൻ കഴിയണം. കരഞ്ഞുകൊണ്ട് പേപ്പർ കുതിർന്നോട്ടെ, മഷി കുതിർന്നോട്ടെ, നമുക്ക് എഴുതാൻ കഴിയണം. നമ്മുടെ മനസ്സാണത്. ഒരാളടുത്ത് നമുക്ക് ഒരാളടുത്ത് പറയാൻ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ നമുക്കത് എഴുതാൻ കഴിയും. എഴുതുമ്പോ ചിലപ്പോ കൈയൊക്കെ വിറച്ചേക്കാട്ടോ, പെണ്ണൊക്കെ വിറച്ചേക്കാം. പക്ഷെ കണ്ണീരിൽ കുതിർന്നിട്ട് ആ മഷി ഇങ്ങോട്ട് ഒഴുകി പോയിക്കോട്ടെ, എന്നാലും നമ്മുടെ മനസ്സിനുള്ളിലത്തെ വിഷമാണ് നമ്മൾ കരഞ്ഞു തീർക്കുന്നത്. ഒരാളെ വിഷമിപ്പിക്കുന്നില്ല, ഒരാളെ ബ്ലെയിം ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ നമ്മളോട് തന്നെയാ പറയുന്നത്. അതുപോലെ തന്നെ മിററിന്റെ മുന്നിൽ നോക്കി നമുക്ക് നമ്മളോടുള്ള ആത്മവിശ്വാസം ഒന്ന് മിററിന്റെ മുന്നിൽ പോയി ഇന്ന് കിടക്കുന്നതിന് മുന്നേ ഒന്ന് ചിരിച്ചു നോക്ക്. ശരിക്കും നിങ്ങൾ ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് ചിരിക്കുന്നതില്ലേ നിങ്ങളെ കണ്ണും ചിരിയും ഒരുപോലെ മിററിൽ പതിഞ്ഞ് ചിരിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവിടെ ഒരു ഫേക്ക് സ്മൈൽ വരും. ഫേക്ക് എന്ന് പറഞ്ഞാൽ ഒരു കള്ളച്ചിരി ആയിരിക്കും ഉണ്ടായിരിക്കുക. കാരണം ഉള്ളിൽ കരയുക അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടായിരിക്കും. ആ മനസ്സിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും ചിരി. പ്ലാസ്റ്റിക് ചിരി, ഫേക്ക് സ്മൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് മിററിന്റെ ഉള്ളിൽ പോകുമ്പോ അത്രേ കാണിക്കുള്ളൂ, മുന്നില് അത്രേ കാണിക്കുള്ളൂ. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ ഈ കൂപ്പൺ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോരും, നമുക്ക് അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ ഒക്കെ ഒരുപാട് പാർട്സ് നമ്മൾ ഇനി വരുന്ന പ്രോഗ്രാംസിൽ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ബിഗ് പ്ലാൻ ആയിട്ട് തന്നെയാണ് വരുന്നത് ഇൻഷാ അള്ളാ. എന്തായാലും നിങ്ങൾക്കൊരു അത്രയും നല്ലൊരു പ്ലാൻ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും അവിടെ ചോദിക്കാം. ഇനി ആർക്കെങ്കിലും അയ്യോടാ എനിക്ക് ഒരാള് എന്തോ ഒന്ന് ചോദിച്ചിരുന്നു, പക്ഷെ എനിക്കതിന് കിട്ടിയില്ല. എനിക്ക് ടൈം ആ ഒരു ഇതിൽ കട്ടായി പോയി, അതാ ഉണ്ടായത്. ആരാണ് എന്ന് എനിക്കറിയില്ല. ആള് ഇതിൽ നിന്ന് കട്ടായി പോയി, ലീവായി പോയെന്ന് തോന്നുന്നു. പ്രോഗ്രാം കഴിഞ്ഞല്ലേ എന്ന് വിചാരിച്ചു, സെഷൻ കഴിഞ്ഞല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോ ആരാണെങ്കിലും സോറി, നമുക്ക് പ്രോഗ്രാം കട്ടായി, സോറി, ലിങ്ക് കട്ടായി പോയതാണ് സൂം കേട്ടോ. ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരാണെങ്കിലും ഞാൻ ഗ്രൂപ്പിൽ ഒന്നും കൂടെ പറയാം, നിങ്ങളുടെ ഡൗട്ട്സ് പറഞ്ഞോളൂ, നമുക്ക് അവിടെ വെച്ച് ക്ലിയർ ചെയ്യാം. ആര് കേൾക്കും എല്ലാവരും കേൾക്കില്ലേ അങ്ങനെ ഒരു തോട്ടും വേണ്ട, നിങ്ങൾക്ക് പറയാം. ഓക്കെ. ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇനി ഒന്നും ചോദിക്കാനില്ല ആർക്കും? ഓക്കെ. സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോ ഹാപ്പി ആണല്ലേ?
അപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടില് നിൽക്കുമ്പോഴാണോ അത്തരം പ്രശ്നങ്ങളൊക്കെ തോന്നാറ്, അതല്ലെങ്കിൽ അങ്ങനെ സ്ട്രെസ്സസ് ഉണ്ടാക്കുന്ന ആ ഒരു ഇത് അവിടെയാണോ കൂടുതലും? അപ്പൊ ഹസ്ബൻഡുമായിട്ട് സംസാരിച്ച് അത് ശരിയാക്കാൻ കൂടുതലായിട്ടുള്ള കാര്യങ്ങള്. ബട്ട് വീട്ടുകാരെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് ഹസ്ബൻഡുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് നല്ല ഒരു ടേംസിലാണ് പോകുന്നതെങ്കിൽ ഹസ്ബൻഡുമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് അവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ, കാരണം ഹസ്ബൻഡ് എന്ന് പറയുന്നത് അവരുടെ പാരന്റ്സിന് ഈ കുട്ടി ഈ പറഞ്ഞ ഈ ഒരു വൈഫ്, ഈ ഒരു ഹസ്ബൻഡിന്റെ വൈഫ് ഇപ്പൊ എനിക്ക് സംസാരിക്കുന്നുണ്ടല്ലോ, അവര് വരുന്നതിന്റെ മുന്നേ ഹസ്ബൻഡ് കാണാൻ തുടങ്ങിയതല്ലേ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ. സോ ആ ഹസ്ബൻഡിനെ മുഷിപ്പിക്കാത്ത രീതിയിൽ ഈ ആളുടെ, നമ്മുടെ ഈ ഒരു പറഞ്ഞ ക്ലയന്റിന്റെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം ഹസ്ബൻഡുമായിട്ട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം ഒരു നല്ലൊരു തീരുമാനത്തിലെത്തും. ഹസ്ബൻഡ് പറയാണ് സ്വന്തം വീട്ടിൽ നിന്നോളൂ എന്ന് പറയുകയാണെങ്കിൽ സ്വന്തം വീട്ടിൽ നിൽക്കാം. അതല്ല വേറെ ഫർദർ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യും. ഓക്കെ, ഇനി ഫർദർ ആയിട്ട് അങ്ങനെ കൂടുതൽ നിങ്ങൾക്ക് കൺസൾട്ടേഷനോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തസ്ലീം ഡോക്ടറെ കണക്ട് ചെയ്തോളൂ കേട്ടോ. മെൻസ്മാർട്ടിന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാറ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, കൺസൾട്ടേഷനും കാര്യങ്ങളും വേണമെങ്കിൽ നമുക്ക് പുതിയ പ്രോഗ്രാംസിലൂടെ ചെയ്യാം. ഓക്കെ, ബേസിക് ആയിട്ട് നമുക്കിപ്പോ ഇത്രേ പറയാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ പുതിയ പുതിയ പ്ലാൻസ് ആയിട്ട് നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ ലിങ്കില് മാക്സിമം കയറാൻ ശ്രമിക്കുക. ഡിസ്കൗണ്ട് കൂപ്പൺ ഉണ്ടായിരിക്കും. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് 12 മണി വരെയാണ് ടൈം ഉണ്ടായിരിക്കുക. അപ്പൊ ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾ എന്തായാലും അതിന് മുന്നേ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ ഡിയേഴ്സ്, സോ നമ്മുടെ ഇന്നത്തെ ഒരു 7 days പ്രോഗ്രാമിന്റെ വൈൻഡപ്പിംഗ് സെഷൻ കൂടിയായിരുന്നു ഇവിടെ നടന്നത്. അപ്പൊ ഞാൻ ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ടൈം എങ്ങനെ മാനേജ് ചെയ്യണം, അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ സ്ട്രെസ്സിനെ ഒഴിവാക്കാൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ കഴിയില്ല, ബട്ട് എങ്ങനെ കൺട്രോൾ ചെയ്യാം, എന്തൊക്കെയാണ് സ്ട്രെസ്സർ എന്നുള്ളതൊക്കെ നമ്മൾക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ഒപ്പം എന്താണ് ഈ പറഞ്ഞതുപോലെ കോപ്പിംഗ് മെത്തേഡ്സ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ എന്ത് വേണം, ഒരു ഇഷ്ടം വേണം, സെൽഫ് കെയറും വേണം അല്ലെ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഇനി നമ്മുടെ ഒരു ലിങ്ക് ഗ്രൂപ്പിൽ ഇടാം. അപ്പൊ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഓഫർ ഉണ്ടായിരിക്കും. അതായത് ഇന്ന് 12 മണി വരെ എന്റെ ഡിസ്കൗണ്ട് കൂപ്പണിൽ ഓഫർ ഉണ്ടായിരിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. താങ്ക് യു ഫോർ ഹിയറിംഗ് മൈ സെഷൻ. താങ്ക് യു ഓൾ.